കൂട്ടുകാരെ നമസ്കാരം. നമ്മളിന്ന് പച്ചമുന്തിരിയുടെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. പച്ചമുന്തിരി മഞ്ഞൾ വെള്ളത്തിലിട്ട് 4 മണിക്കൂർ വെക്കുക. അതിനുശേഷം അത് തോർത്തി എടുക്കുക. ഒരുപാട് കീടനാശിനികൾ മുന്തിരിയിൽ അടിക്കുന്നതാണ്, അതുകൊണ്ടാണ്. അതിനുശേഷം 2ആയിട്ട് മുറിച്ച് വെക്കുക. ഒരു പാനിലിട്ട് 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ ജീരകവും വറുത്തിട്ട് പൊടിച്ചെടുക്കുക. നമുക്ക് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1 കുടം വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. സ്ക്വയറായിട്ടാണ് അരിയുന്നതെല്ലാം. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം, 2 പച്ചമുളക്, 1 ഇഞ്ച് നീളം ഉള്ള ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില. നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഒന്ന് വഴറ്റുക. വേഗം അലുത്ത് പോകാതിരിക്കാനാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഇട്ട് വഴറ്റുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം. ഇവയെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുന്തിരി മീഡിയം പുളിയുള്ള മുന്തിരിയാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഉലുവ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. മുന്തിരി വഴറ്റും തോറും അതിൻ്റെ അകത്തു നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലോട്ട് കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ആകെ 250 ഗ്രാം മുന്തിരിയാണ് എടുത്തത്, അതിൻ്റെ കണക്കാണ് പറഞ്ഞത്. മുന്തിരി അച്ചാറിൻ്റെ ചാറ് അധികം